തെക്കൻ കേരളത്തിലെ സീറ്റ് വിഭജനത്തിൽ ലീഗിന് കടുത്ത അതൃപ്തി. പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാൻ തീരുമാനം. പ്രതിഷേധം മറച്ചുവെക്കേണ്ട കാര്യമില്ല എന്നും അന്തിമഘട്ടത്തിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷയെന്നും സാദിഖ് അലി തങ്ങൾ തുറന്നു പറഞ്ഞു. ലീഗിന്റെ ആളുകൾക്കൊക്കെ പ്രതിഷേധമുണ്ട്, ഞാൻ മറച്ചു വെക്കുന്നില്ല. ലീഗിന് സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റ് വേണം എന്നുള്ള നിർബന്ധം അവരുടെ ലീഗ് ഘടകങ്ങൾക്കുണ്ട്. അത് മുന്നണി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ ഘട്ടത്തിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്കായി ബ്ലോക്കില് സാധാരണ ഗ്രാമപഞ്ചായത്തിലേക്കായാലൊക്കെ തന്നെ തീർച്ചയായിട്ടും അവർക്ക് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ്. അഷ്കർ അലി കരിമ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ സ്വാധീനമുള്ള 5 പഞ്ചായത്തുകളിൽ, തെക്കൻ കേരളത്തിലെ 5 പഞ്ചായത്തുകളിൽ അവഗണനയാണ് എന്നുള്ള കാര്യമാണ്. സാദിഖ് അലി തങ്ങൾ തന്നെ അത് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അതിന്റെ ഒരു അവസ്ഥ? കോൺഗ്രസുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നോ? ചർച്ചകൾ പുരോഗമിക്കുകയാണോ? സ്മൃതി, ഇന്ന് രാവിലെ നമ്മൾ തന്നെ ഇത് വാർത്തയാക്കിയിരുന്നു. പ്രത്യേകിച്ച് 5 ജില്ലാ പഞ്ചായത്തുകൾ, തെക്കൻ ജില്ലകളിലെ 5 ജില്ലാ പഞ്ചായത്തുകൾ പ്രധാനമായും മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്ന സീറ്റുകളടക്കം ഇത്തവണ കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ മുസ്ലിം ലീഗിൽ വലിയ അമർഷമുണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ രാവിലെ നൽകിയിരുന്ന വാർത്ത. അത് പൂർണ്ണമായി ശരിവെക്കുന്ന രീതിയിൽ തന്നെയുള്ള ശക്തമായ ഒരു പ്രതികരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ നടത്തിയിരിക്കുന്നു. സാദിഖ് തങ്ങൾ പറഞ്ഞൊരു കാര്യം, ഒന്ന്, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന് പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് മറച്ചു വെക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് സാദിഖ് തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് 5 ജില്ലാ പഞ്ചായത്തുകളിലാണ് ഒരു സീറ്റിൽ പോലും മുസ്ലിം ലീഗിന് മത്സരിക്കാനുള്ള പ്രാതിനിധ്യം പോലും ലഭിക്കാതെ പോയത്. അത് UDF മുന്നണി മര്യാദ തന്നെ കോൺഗ്രസ് ലംഘിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് മുസ്ലിം ലീഗിനകത്ത് ഉയരുന്നത്. വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് കാര്യമായ പരിഗണന നൽകുമ്പോൾ തെക്കൻ കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാട് കോൺഗ്രസ് പരസ്യമായി സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്.